ഈ വിഷയത്തിൻ്റെ തലക്കെട്ട് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 21-ാം നൂറ്റാണ്ടിലെ ഗുഹാമനുഷ്യൻ എന്നാണ്. 2026 എന്ന വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ പറയുന്ന 21-ാം നൂറ്റാണ്ടിൻ്റെ കാൽഭാഗം നമ്മൾ പൂർത്തിയാക്കി കഴിയും. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു അനുഭവം, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങൾ പലതും പഴയതാകുമ്പോൾ അവയുടെ പഴക്കം കൊണ്ട് നമ്മളുടെ പുതിയ ജീവിതവുമായിട്ട് അല്ലെങ്കിൽ അതിന് ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥ. ഫോൺ കുറച്ച് കഴിയുമ്പോൾ പഴയതായത് കൊണ്ട്, പുതിയ സാങ്കേതിക വിദ്യയോട് കിടപിടിക്കാത്തത് കൊണ്ട് ഔട്ട്ഡേറ്റഡ് ആയി എന്ന് നമ്മൾ പറയും. നമ്മൾ ഉപയോഗിക്കുന്ന TV-യോ ഏത് ഗൃഹോപകരണം എടുത്തു കഴിഞ്ഞാലും വാഹനം എടുത്തു കഴിഞ്ഞാലും ഒക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു കാര്യമാണ് ഔട്ട്ഡേറ്റഡ് ആകുക എന്ന് പറയുന്നത്. അപ്പോൾ ആ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പഴക്കമുള്ള വസ്തു ഏതാണ്? നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന വസ്തു ഏതാണ് എന്ന ചോദ്യത്തിന് തർക്കമില്ലാതെ പറയാവുന്ന മറുപടി നമ്മുടെ സ്വന്തം ശരീരം എന്നുള്ളതാണ്. അതൊരുപക്ഷെ നമ്മളുടെ കാഴ്ചപ്പാടിൽ നമ്മളുടെ ഓരോരുത്തരുടെയും പ്രായത്തിന് തുല്യമായ പഴക്കമാണ് നമ്മുടെ ശരീരത്തിനുള്ളത്. പക്ഷേ ശാസ്ത്രദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ നമ്മുടെ ശരീരം എന്ന ഐഡന്റിറ്റിയോടെ നിലനിർത്തുന്നത് അതിൻ്റെ ജനിതകമാണ്. അതിനൊരു ജനറ്റിക് ബ്ലൂ പ്രിന്റ്. അത് ഹോമോസാപ്പിയൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന ജീവിവർഗത്തിൻ്റെ ഐഡന്റിറ്റിയായ ആ രൂപം അത് പരിണമിച്ചുണ്ടായിട്ട് ഒരു 3 ലക്ഷം വർഷമെങ്കിലും ആയിട്ടുണ്ട്. അതിനുശേഷം ആ ജീവിവർഗം അതേപടി നമ്മൾ പൊതുവെ 2 തരത്തിൽ പറയാറുണ്ട്. അനാറ്റമിക്കലി മോഡേൺ ഹ്യൂമൻ എന്നും ബിഹേവിയറലി മോഡേൺ ഹ്യൂമൻ എന്നും പറയാറുണ്ട്. അതായത് ശരീരം ഇപ്പോൾ 3 ലക്ഷം വർഷം മുമ്പ് ഉണ്ടായ ഒരു ഹോമോസാപ്പിയൻ വർഗത്തിലെ ഒരു ജീവിയെ നമ്മളൊക്കെ ഇടുന്നത് പോലെ ഡ്രസ്സ് ഇട്ട് ഇവിടെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പ്രത്യേകിച്ച് അപരിചിത്വം തോന്നില്ല. നമ്മൾ സാധാരണ കാണുന്ന ഒരു മനുഷ്യനായിരിക്കും. പക്ഷെ അദ്ദേഹം പെരുമാറി തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ പെരുമാറുന്നവരല്ല അദ്ദേഹം പെരുമാറുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം നമ്മൾ എന്ന് കരുതുന്ന മനുഷ്യ പെരുമാറ്റം പോലെ ആയിക്കോളുന്നില്ല. പക്ഷെ ശാരീരികമായി നമ്മുടെ അതേ പ്രത്യേകതകളായിരിക്കും ഉണ്ടാകുക. നമ്മുടെ ശാരീരിക പെരുമാറ്റം ഉണ്ടായിട്ട് പിന്നെയും ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ മോഡേൺ സിവിലൈസ്ഡ് ഹ്യൂമൻ ബിഹേവിയർ എന്നൊക്കെ വിളിക്കുന്ന അങ്ങനത്തെ ഓമന പേരുകൾ വിളിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പരിണമിച്ചുണ്ടാകും. പക്ഷെ അപ്പോഴും ഈ അനാട്ടമിയാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ ശരീരത്തിലാണ് നമ്മൾ ഈ പറയുന്ന ബിഹേവിയറെല്ലാം പിന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ശരീരത്തിന് ലക്ഷക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ട്. പക്ഷെ ഈ ലക്ഷക്കണക്കിന് വർഷം കൊണ്ട് മനുഷ്യൻ എന്ന ജീവിക്കുന്ന സാഹചര്യങ്ങൾ വല്ലാതെ മാറി. കഴിഞ്ഞ 4-5 ദശാബ്ദങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ അതിനു മുമ്പ് അത്രയും കാലം കൊണ്ടുണ്ടായ മാറ്റത്തെക്കാൾ എത്രയോ മടങ്ങ് വലിയ സ്കെയിലിലുള്ള മാറ്റങ്ങൾ നമുക്ക് ചുറ്റും സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ 10 വർഷം പഴക്കം കൊണ്ട് ഒരു ഫോൺ നമുക്ക് ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ശരീരത്തിൻ്റെ ഡിസൈൻ നമുക്ക് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടത്. പല രീതിയിൽ നമുക്ക് ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ശരീരം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടും. ഇപ്പോൾ നമ്മൾ പല രീതിയിലും പറയൂല, മനുഷ്യരാശി ഒരുപാടൊക്കെ മുന്നോട്ട് പോയി. നമ്മൾ ഈ വർഷം നിൽക്കുമ്പോൾ സാങ്കേതികപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ സമൂഹത്തിൽ ഒരുപാട് അഭിവൃദ്ധികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ലോകത്ത് ജീവിതശൈലി കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിയിട്ടുണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പണ്ടില്ലാത്ത വിധം നമുക്ക് ലോൺലിനെസ്സും ഏകാന്തതയും വിഷാദവും ഒക്കെ കൂടിയിട്ടുണ്ട്. പിന്നെ സംതൃപ്തി എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ ആ വിഷയം വേറെ തന്നെ രീതിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതിലോട്ട് പോകുന്നില്ല. നമുക്ക് ഈ ശരീരത്തിൽ കുറച്ച് നിന്ന് സംസാരിക്കാം. അപ്പം പല രീതിയിലുള്ള മിസ്മാച്ചുകളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയാവുന്ന ഒരു മിസ്മാച്ച്, ചില പോയിന്റുകൾ മാത്രമേ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാനത് ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ആദ്യം നമ്മുടെ ശരീരത്തിൻ്റെ കാര്യം തന്നെ, ബോഡി എന്ന് പറയുന്ന ആസ്പെക്റ്റിലുള്ള വിഷയം തന്നെ നമുക്ക് ആദ്യം എടുക്കാം. അപ്പോൾ നമ്മൾ ഹോമോസാപ്പിയൻസ് ഉണ്ടായി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ അവസ്ഥയിൽ നിന്നുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഭക്ഷണ ലഭ്യതയാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ നമുക്ക് പറ്റില്ല, നമുക്ക് ഭക്ഷണം കിട്ടണം. നമ്മൾ സെറ്റിൽഡ് ആയിട്ടില്ല. നമ്മൾ ഹണ്ടർ ഗ്യാദറർ എന്ന് പറയുന്ന ജീവിതശൈലിയാണ് പിന്തുടർന്നത്. അതായത് നമുക്ക് പിടിക്കാൻ പറ്റുന്ന ജീവികളെ പിടിച്ചു തിന്നുക, നമുക്ക് പെറുക്കി കഴിക്കാൻ കഴിയുന്ന കിഴങ്ങുകളോ ഫലങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും കഴിക്കുക. ഹണ്ടിങ് ആൻഡ് ഗ്യാദറിങ്, ഇതായിരുന്നു നമ്മുടെ ജീവിതശൈലി.
അത് നമുക്ക് കടയിൽ പോയി ഭക്ഷണം കഴിക്കാനോ സാധനം വാങ്ങിക്കൊണ്ട് വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യാനോ ഒക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ആലോചിക്കും. പക്ഷെ അത്തരം ആളുകൾക്കൊന്നും പ്രസക്തിയില്ല. അപ്പൊ അന്ന് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അനുകൂലമായിരുന്ന ഒരു പരിണാമ സവിശേഷത അന്ന് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അത് ത്രിഫ്റ്റി ജീൻസ് എന്ന് ബയോളജിസ്റ്റുകൾ വിളിക്കുന്ന ഒരു പ്രതിഭാസമാണ്, ഒരു നമ്മുടെ ജനിതക സവിശേഷതയാണ്. ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഒരു ഭാഗം ശരീരത്തിന്റെ അപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക, കുറച്ച് ഭാഗം ശേഖരിച്ചു വെക്കുക. ത്രിഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്ന പിശുക്ക് കാണിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഊർജം ചെലവാക്കാൻ നമ്മുടെ ശരീരത്തിന് ഭയങ്കര പിശുക്കാണ്. അപ്പോൾ കുറച്ച് ഊർജം അധികം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അപ്പം തന്നെ ഫാറ്റിന്റെ രൂപത്തിലോ മറ്റോ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് ശരീരം ശ്രമിക്കുക. കാരണം ഒരു കാലത്ത് അത് ഭയങ്കര അതിജീവനത്തിന് ഗുണം ചെയ്ത കാര്യമാണ്. ഇന്ന് അങ്ങനെയല്ല. പക്ഷെ ശരീരം മാറിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജനിതകം ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പണ്ട് ആവശ്യത്തിന് പോലും ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നും നമ്മൾ ഇന്ന് എത്തി നിൽക്കുമ്പോൾ ആവശ്യത്തിലധികം ഭക്ഷണം ലഭ്യമാവുകയും നമുക്ക് ആവശ്യമായതിൽ കൂടുതൽ ഭക്ഷണം നമ്മൾ കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കും. പൊണ്ണത്തടി എന്ന് പറയുന്നത് വലിയ ആരോഗ്യ പ്രശ്നമായിട്ട് മാറിക്കഴിഞ്ഞു. അതിൻ്റെ പിന്തുടർച്ച എന്നതിൽ പിന്നെ നമുക്ക് ഡയബറ്റീസ് വരുന്നു, പ്രഷർ ഉണ്ടാകുന്നു, കാർഡിയാക് ഡിസീസസ് വരുന്നു. ഇതെല്ലാം നമുക്ക് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഓമന പേരിട്ട് വിളിക്കുമ്പോഴും അടിസ്ഥാന കാരണം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ കുറച്ച് പഴയ ശരീരവും കൊണ്ട് ജീവിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ഇനി കുറച്ചുകൂടി മോഡേൺ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു സമയക്രമമാണ്, സിർക്കാഡിയൻ റിഥം എന്നാണ് അതിനെ വിളിക്കുന്നത്. നമ്മൾ ക്ലോക്കിൽ നോക്കാതിരുന്നാലും സമയം കടന്നു പോകുന്നത് കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ശരീര പ്രവർത്തനങ്ങളുടെ ഒരു താളമുണ്ട്. ഈ താളത്തിന് നമ്മുടെ മസ്തിഷ്കം പ്രധാനമായി ആശ്രയിക്കുന്നത് പ്രകാശത്തെയാണ്. കണ്ണിലൂടെ അകത്തേക്ക് വരുന്ന പ്രകാശം സൂര്യപ്രകാശം എത്തുന്നതിനനുസരിച്ചിട്ടാണ് ഒരു ദിവസത്തിന്റെ ചക്രം പൂർത്തിയായോ ഇല്ല എന്ന് മസ്തിഷ്കം കണക്കാക്കും. ഇപ്പോൾ സൂര്യപ്രകാശം പോലെ തോന്നിക്കുന്ന കൃത്രിമ പ്രകാശമാണ് നമുക്ക് ചുറ്റും. ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വരുന്ന ബുദ്ധിമുട്ട് ഈ സിർക്കാഡിയൻ റിതം, ദിവസത്തിന്റെ ആ ഒരു താളം ശരീരത്തിന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ഉറക്കം ഉൾപ്പെടെ ശരീരം റെഗുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ റിതം, ഈ താളം നോക്കിയിട്ടാണ്. അപ്പൊ താളത്തിന്റെ അടിസ്ഥാനം പ്രകാശമായിരുന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്രിമ പ്രകാശം കൊണ്ട് ചുറ്റും നമ്മൾ ഫ്ലഡ് ചെയ്തിരിക്കുന്നു. നമ്മൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ ഡിവൈസസ് ഇതുപോലെ സൂര്യപ്രകാശത്തിന് സമാനമായിട്ടുള്ള തീവ്രതയുള്ള പ്രകാശം, ക്ഷമിക്കണം, നമ്മൾ കൃത്രിമ പ്രകാശം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഈ കാലഘട്ടത്തിലല്ല, വളരെ നേരത്തെ. നമ്മൾ തീ കണ്ടുപിടിച്ചത് തൊട്ട്, തീ നമ്മൾ കണ്ടുപിടിച്ചതല്ല, തീ നിയന്ത്രിക്കാൻ മനുഷ്യൻ പഠിച്ചതോടുകൂടി കൃത്രിമ പ്രകാശം മനുഷ്യർക്ക് സാധ്യമാണ്. മറ്റ് ജീവികൾക്ക് അങ്ങനെ ഒരു ആശയത്തിന് പ്രസക്തിയില്ല. പക്ഷെ നമ്മൾ തീ കായുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൃത്രിമമായി തീയെ ഒരു പ്രകാശ സ്രോതസ്സായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രത്യേകത, തീയിൽ നിന്ന് വരുന്ന പ്രകാശവും സൂര്യപ്രകാശവും തമ്മിൽ സ്വഭാവത്തിൽ വ്യത്യാസമാണ്. കാരണം തീയിൽ നിന്ന് വരുന്ന പ്രകാശത്തിൽ നീല നിറത്തിന്റെ അളവ് വളരെ കുറവാണ്, ഒരു നമ്മൾ പറയുമല്ലോ വാം ലൈറ്റാണ്. പക്ഷെ സൂര്യപ്രകാശത്തിൽ കുറച്ചുകൂടി നീല നിറം അടങ്ങിയിട്ടുണ്ട്, കുറച്ചുകൂടി ബ്രൈറ്റ് ലൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സൂര്യൻ അസ്തമിക്കുമ്പോൾ പതിയെ അത് ചുമക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം വാം ലൈറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതാണ്. പക്ഷെ നമ്മളുടെ LED ലാമ്പുകളോ ട്യൂബ് ലൈറ്റുകളോ നമ്മുടെ മൊബൈൽ ഫോണോ TVയോ ലാപ്ടോപ്പ് സ്ക്രീനോ ഒക്കെ ബ്ലൂ ലൈറ്റും കൂടെ ചേർത്താ പുറത്തേക്ക് വരുന്നത്. ഇത് സൂര്യപ്രകാശം പോലെ തോന്നിക്കുക നമ്മുടെ മസ്തിഷ്കത്തിന് അറിയത്തില്ല. ഈ പ്രകാശത്തിലുള്ള വർണ്ണങ്ങളെ മാത്രമേ അതിനറിയാൻ പറ്റൂ. അത് എവിടെ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അതിനില്ല. അപ്പോൾ നമ്മുടെ എല്ലാം സ്മാർട്ട് ഫോണൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് റീഡിംഗ് മോഡ്, നൈറ്റ് മോഡ് എന്നൊക്കെ പറയുന്ന ചില മോഡുകളുണ്ട്. ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ കിട്ടും. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നീല നിറം കട്ടാവും, പെട്ടെന്ന് സ്ക്രീൻ ഒന്ന് മഞ്ഞളിച്ച് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ശരീരത്തിന് ഈ കൃത്രിമ പ്രകാശം കൊണ്ടുള്ള ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഇത് ശ്രമിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ സാങ്കേതിക വിദ്യയിൽ തന്നെ ഇതും കൂടെ കണ്ടുപിടിക്കേണ്ടി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഇപ്പോഴും വളരെ പഴയതാണ് എന്ന അടിസ്ഥാന കാരണം കൊണ്ടാണ്. ശരീരത്തിനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ശരീരത്തിന്റെ പ്രവർത്തനം, ശരീരത്തിലെ കാര്യങ്ങൾ, ശാരീരിക പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ശരീരത്തിനകത്ത് തന്നെ ഇരിക്കുന്ന മസ്തിഷ്കം എന്ന് പറയുന്ന ശരീരഭാഗമാണ്. ഈ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തിന് നമ്മൾ ഒരു ഓമന പേരിട്ട് വിളിക്കുക. അതിന്റെ പേരാണ് മൈൻഡ്. മൈൻഡ് ഈസ് വാട്ട് ദ ബ്രെയിൻ ഡസ്. മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തെയാണ് നമ്മൾ മനസ്സ് എന്ന് പൊതുവെ വിളിക്കുന്നത്. ഈ മനസ്സിനും നമ്മുടെ മാനസിക വ്യാപാരങ്ങൾക്കും
ഇതുപോലെ അഡാപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, നമുക്കറിയാവുന്ന ഒരു വികാരമാണ് സ്ട്രെസ്. ഈ സ്ട്രെസ്സിന് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല ശരിക്കും അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി വന്നു. സ്ട്രെസ് നമ്മുടെ അടിയന്തര സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനും അതിനെ നേരിടാനുമുള്ള ഒരു അതിജീവനത്തിനുള്ള ഒരു ടൂളായിട്ടാണ് ശരീരത്തിൽ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു എരപിടിയൻ ജീവി നമ്മുടെ മുമ്പിലേക്ക് ചാടി വന്നാൽ അതിന് സമാനമായിട്ടുള്ള അനുഭവം നമുക്ക് ഇപ്പോഴും ആണെങ്കിൽ ഊഹിക്കാം. നമ്മുടെ നാട്ടിലൊരു സാധാരണ ഒരു ഒഴിഞ്ഞ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു പട്ടി കുറച്ചുകൊണ്ട് നമ്മുടെ നേരെ ചാടും. ആ സമയത്ത് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന അനുഭവം, നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന അനുഭവം എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും. എന്തായിരിക്കും? ആദ്യം നമ്മളൊന്ന് ഞെട്ടും, നമ്മുടെ കൃഷ്ണമണി വികസിക്കും, ഹാർട്ട് ബീറ്റ് കൂടും, പൾസെല്ലാം കൂടും, ശരീരത്തിലെ ടെമ്പറേച്ചർ കൂടും, ശ്വാസോച്ഛ്വാസം കൂടും. ഈ പ്രവൃത്തി എല്ലാം സംഭവിക്കുന്നത് ചുറ്റുപാടുകളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അകത്തേക്ക് എടുക്കുക, കൂടുതൽ അലർട്ട് ആവുക, പെട്ടെന്ന് എനർജി സ്പെൻഡ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഓടേണ്ടി വരും, ചിലപ്പോൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും. അടിയന്തര സാഹചര്യങ്ങൾ നമ്മൾ അതിനെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നാണ് വിളിക്കുന്നത്. ഒന്നുകിൽ അതുമായിട്ട് പോരടിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ഓടി മാറുക. ഇതിനെല്ലാം എനർജി വേണം, കൂടുതൽ അലർട്ടായിരിക്കുകയും വേണം. അത് നമ്മുടെ ഒരു പ്രയോറിറ്റി റെസ്പോൺസ് ആണ്. നമുക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുമ്പോഴത്തേക്ക് ആന കുത്താമെന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രയോറിറ്റി ഏതായിരിക്കും? മൂത്രം പിന്നെ ഒഴിക്കുക, ആദ്യം ആന. കാരണം അതാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിന്റെ സ്ട്രെങ്ത്. പക്ഷെ ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇതുപോലുള്ള ആ പ്രിമിറ്റീവ് ഫ്ലൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിന്റെ ആവശ്യം കുറഞ്ഞു വരും. നമ്മളുടെ സാഹചര്യങ്ങൾ കൂടുതൽ നമ്മുടെ കൺട്രോളിലാണ്. കൊല്ലം നഗരത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു എരപിടിയിൽ ജീവി മുമ്പോട്ട് ചാടുന്ന സാഹചര്യം നമുക്ക് നേരിടേണ്ടി വരില്ല. പക്ഷെ ഈ പറയുന്ന സ്റ്റോൺ ഏജ് ശിലായുഗ മനുഷ്യന് ഇതൊരു വലിയ പ്രശ്നമാണ് എന്ന് മാത്രമല്ല, ശിലായുഗ മനുഷ്യന് ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പ്രശ്നങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, അത് കാരണം ഉണ്ടാകുന്ന ആ സ്ട്രെസ് ലെവൽ പെട്ടെന്ന് കൂടിയിട്ട് നിങ്ങൾ ഓടി മാറുന്നതോടുകൂടി, അല്ലെങ്കിൽ ആ ജീവിയുടെ വായിലാകുന്നതോടുകൂടി സ്ട്രെസ് ലെവൽ ഇങ്ങ് താഴും. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെയാണ്, പെട്ടെന്ന് കയറുന്നു, പെട്ടെന്ന് താഴെ ഇറങ്ങുന്നു. ആധുനിക കാലഘട്ടത്തിൽ ഈ റെസ്പോൺസ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയല്ല. നമ്മുടെ എമർജൻസി റെസ്പോൺസ് വർക്ക് ചെയ്യുന്നത് ഇതുപോലുള്ള പെട്ടെന്നല്ല. നമുക്ക് തോന്നുകയാണ് അടുത്ത ആഴ്ച അസസ്മെന്റ് വരികയാണ്, ഞാൻ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ എൻ്റെ സ്ട്രെസ് റെസ്പോൺസ് ഇങ്ങനെ കയറാൻ തുടങ്ങും. ഇത് എപ്പോഴാണ് താഴോട്ട് വരുന്നത്? ഇത് ഒരു കാലത്തും താഴോട്ട് വരില്ല. ഇത് കഴിയുമ്പോൾ അടുത്ത സ്ട്രെസ്സേഴ്സ് വരും. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ സ്ട്രെസ് ഇങ്ങനെ കയറി ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ, ഒരിക്കലും അത് താഴോട്ട് വരുന്നില്ല. ശരീരത്തിൽ സ്ട്രെസ് ലെവൽ, ശരീരത്തിന്റെ ഡിസൈൻ അനുസരിച്ചിട്ട് സ്ട്രെസ് ഇങ്ങനെ കയറിയിട്ട് അവിടെ നിൽക്കാതെ കുറയും എന്നുള്ള സങ്കല്പത്തിലാണ്. ഇപ്പോൾ കോർട്ടിസോൾ എന്നൊക്കെ അറിയപ്പെടുന്ന ചില രാസവസ്തുക്കളൊക്കെ ആ സമയത്ത് പുറപ്പെടുവിക്കപ്പെടും. ഇത് കുറേ നേരം രക്തത്തിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇത് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിൻ്റെ ആ അനന്തരഫലമായിട്ട് നമുക്ക് ഉറക്കക്കുറവുണ്ടാകും, നമ്മൾ എപ്പോഴും ക്രോണിക് സ്ട്രെസ് എന്ന് വിളിക്കുന്ന അവസ്ഥയിലാകും, നമ്മുടെ കാർഡിയാക് ഹെൽത്തിനെ അത് ബാധിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ സ്ട്രെസ് റെസ്പോൺസ് എന്ന് പറയുന്ന മെക്കാനിസം അവിടെ ഉണ്ട്, പക്ഷെ പഴയ സ്ട്രെസ് അല്ല ഇന്നത്തെ സ്ട്രെസ്. പണ്ടത്തെ പോലെ EMI അടയ്ക്കാൻ പറ്റുമോ എന്ന സ്ട്രെസ് ശിലായുഗ മനുഷ്യനില്ല, ഇന്ന് നമുക്കുണ്ട്. ഓക്കെ, AI വരുമ്പോൾ ജോലി പോകുമോ എന്ന സ്ട്രെസ് ശിലായുഗ മനുഷ്യനില്ല, നമുക്കുണ്ട്. അപ്പോൾ ശിലായുഗ മനുഷ്യൻ ഉണ്ടാകുന്ന സ്ട്രെസ് ഇങ്ങനെ കയറിയിട്ട് ഇറങ്ങുമെങ്കിൽ നമുക്ക് സ്ട്രെസ് കയറുന്നതല്ലാതെ ഇറങ്ങുന്നില്ല, അത് അവിടെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ ഈ മറ്റേ നമ്മൾ വിളിക്കുന്ന അക്യൂട്ട് സ്ട്രെസ് എന്നാണ്, പെട്ടെന്നുണ്ടാകുന്ന തീവ്രമായിട്ടുള്ള സ്ട്രെസ്. ഡോക്ടർമാരുടെ ഭാഷയിൽ വേദന ഇങ്ങനെ അക്യൂട്ട് പെയിനും ക്രോണിക് പെയിനും ഉണ്ട്. അക്യൂട്ട് പെയിൻ എന്ന് പറഞ്ഞാൽ തീവ്രമായ പെയിൻ കുറച്ച് നേരത്തേക്ക് ഉണ്ടാകുന്നതാണ്. ക്രോണിക് പെയിൻ എന്ന് പറഞ്ഞാൽ പെയിൻ അത്ര തീവ്രത ഉള്ളതായിരിക്കില്ല, പക്ഷെ ആ വേദന ഇങ്ങനെ നിൽക്കും കുറേ കാലം. അത് ക്രോണിക് പെയിൻ. രണ്ടിനും രണ്ട് ഫലങ്ങളാണ്. അപ്പോൾ ആധുനിക മനുഷ്യന്റെ പ്രശ്നം ക്രോണിക് സ്ട്രെസ് ആണ്. പിന്നെ അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ. നമുക്ക് ക്രോണിക് സ്ട്രെസ് ഉണ്ടാക്കുന്ന ബാക്കി എന്തൊക്കെ എലമെന്റ്സ് ഉണ്ട്? സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുമ്പോൾ പ്രശ്നം, ഇങ്ങനെ നിരന്തരം നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ നമ്മൾ നേരത്തെ ഒരാളോട് നടത്തിയ കമന്റിനുള്ള ചൊറി റെസ്പോൺസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ട്രെസ് ഉണരും, അവന് മറുപടി കൊടുക്കണം. എനിക്ക് നേരിട്ട് ഒരുപാട് പേര് അറിയാം, ഒരു കമന്റിന് ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് ഇട്ടതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി, എന്ത് മറുപടി കൊടുക്കണം. ഇതൊന്നും ശിലായുഗ മനുഷ്യന് ഒരിക്കലും ബാധകമല്ലാതിരുന്ന കാര്യങ്ങളായിരുന്നു. നമുക്ക് ഇന്നത് ബാധകമായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഏജിങ്ങിനെ പോലും, നമ്മുടെ ശാരീരികമായിട്ടുള്ള ഏജിങ്ങിനെ പോലും നമ്മുടെ നിരന്തരമായി ഉയർന്നു നിൽക്കുന്ന സ്ട്രെസ് ലെവൽ സ്വാധീനിക്കുന്നുണ്ടാവും. ഇനി നമ്മുടെ ഒരു സാമൂഹിക ജീവിതത്തിലേക്ക് വരണം.
നമ്മുടെ സാമൂഹിക ജീവിതത്തിന് വലിയ മാറ്റം കൊണ്ടായിട്ട് മനുഷ്യനെ നമ്മൾ സാമൂഹ്യ ജീവി എന്ന് പൊതുവെ നമ്മളെല്ലാവരും പറയും. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്, മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. പക്ഷേ മനുഷ്യൻ ഇവോൾവ് ചെയ്ത് വന്നത് സാമൂഹ്യ ജീവിയായിട്ടാണ്. പക്ഷെ ആ സാമൂഹ്യ അല്ല ഇന്നത്തെ സാമൂഹ്യം. മനുഷ്യന്റെ പഴയ സാമൂഹിക ജീവി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബയോളജിക്കലി സോഷ്യാലിറ്റി എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേകത. അത് മനുഷ്യന് മാത്രമുള്ളതല്ല, സോളിറ്ററി ആയിട്ട് ജീവിക്കുന്ന ജീവികളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കടുവ ഒരു സോളിറ്ററി ആനിമലാണ്, അതിനെ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് കാണാൻ പറ്റില്ല. ഇനി വേറെ സോഷ്യാലിറ്റി എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ചിതലുകളൊക്കെ സോഷ്യൽ ജീവികളാണ്, പക്ഷെ അവയുടെ സോഷ്യൽ സ്ട്രക്ചർ ഫിക്സ്ഡ് ആണ് ജനിതകമായിട്ട്. ഒരിക്കലും ഒരു ചിതലുകളുടെ ഇടയിലെ റാണിക്ക് ജോലി പോയി ഒരു വേലക്കാരി റാണി ചിതലായിട്ട് മാറില്ല, അത് ജന്മന റാണിയാണ്. ഓക്കെ, അപ്പോൾ എന്നാൽ മനുഷ്യൻ്റെ കോപ്പറേറ്റീവ് സോഷ്യാലിറ്റിയാണ്. അതായത് മനുഷ്യൻ പരസ്പരം സഹകരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ആരാണ് ഉയർന്ന ആള്, ആരാണ് താഴത്തെ ആള്, ഇതൊക്കെ സാമൂഹികമായിട്ട് ഡിസൈഡ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഈ ഡിസിഷൻസിനെല്ലാം ഒരു പ്രത്യേകത ഉണ്ട്. ഇതെല്ലാം ചെറിയ ഗ്രൂപ്പുകളിലാണ്. ഒരു മനുഷ്യന് നിരന്തരം സാമൂഹിക ബന്ധം നിലനിർത്താൻ കഴിയുന്ന മനുഷ്യരുടെ എണ്ണത്തിന് ഒരു പരിധിയുണ്ട്. റോബിൻ ഡൻബാർ എന്ന് പറയുന്ന ആന്ത്രപ്പോളജിസ്റ്റിന്റെ പേരിലാണ് നമ്പർ അറിയപ്പെടുന്നത്, ഡൻബാർ നമ്പർ. ഇറ്റ് ഈസ് അറൌണ്ട് 150. നമുക്ക് ഒരു സമയം സാമൂഹിക ബന്ധം നിലനിർത്താൻ കഴിയുന്ന മാക്സിമം ആളുകളുടെ എണ്ണമാണ് 150 പേര്. അപ്പോൾ നമ്മളുടെ ആ പൗരാണിക മനുഷ്യന്റെ സമൂഹങ്ങൾക്കെല്ലാം വലിപ്പം അത്രയേ ഉള്ളൂ. ചെറു ഗോത്രങ്ങളായിട്ടാണ് നമ്മൾ സർവേ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ ഗോത്രങ്ങളുടെ വലിപ്പം അങ്ങനെയല്ല. ഇന്ത്യ എന്ന് പറയുന്ന ഗോത്രത്തിന് 140 കോടി മനുഷ്യരുടെ വലിപ്പമുണ്ട്. ഈ 150 എന്ന് പറഞ്ഞ എണ്ണത്തിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് ആളുകളെ ഫേസ് ടു ഫേസ് ഓർത്തു വെക്കാനും ആളുകളുമായിട്ടുള്ള ബന്ധം ഓർത്തു വെക്കാനും, ശത്രുവാര്, മിത്രമാര്, നമുക്ക് വേണ്ടപ്പെട്ട ആളാര്, ഇങ്ങനെയുള്ള ബന്ധങ്ങളെല്ലാം ഓർത്തു വെക്കാനും ഒക്കെ ഉള്ളൊരു മാനസിക അധ്വാനമുണ്ട്. അത് ആണ് ഈ നമ്പർ പരിമിതപ്പെടുത്തുന്നത്. അത് നമ്മൾ ഇന്ന് കാണുന്ന നമ്പറിലേക്ക് ഒരിക്കലും മസ്തിഷ്കത്തിന് അങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, അതുകൊണ്ടുണ്ടാകുന്ന, അതിൻ്റെ പേരിൽ പരിചയം കൊണ്ടുണ്ടാകുന്ന വിശ്വാസം, ഇതൊന്നും നമുക്ക് ആധുനിക സമൂഹത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ള സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ കൊടുക്കണം. മറ്റത് വേണ്ട, കാണുമ്പോൾ അറിയാൻ ജീവിച്ചിട്ടുണ്ടെന്ന്. കാരണം നമ്മൾ വിശ്വസിപ്പിക്കുന്നത് വില്ലേജ് ഓഫീസറായിട്ടിരിക്കുന്ന വ്യക്തിയല്ല, വില്ലേജ് ഓഫീസർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ കള്ളം പറയുകയല്ല എന്ന് തെളിയിക്കണം. അതൊക്കെ വല്ലാത്ത തരം തെളിയിക്കലുകളാണ്. നമ്മൾ സത്യം പറയുകയാണെന്നല്ല നമ്മൾ തെളിയിക്കുന്നത്. ഞാൻ പറയുന്നതൊന്നും കള്ളമല്ല. കാരണം ഇതൊന്നും വ്യക്തികളോടല്ല നമ്മൾ സംസാരിക്കുന്നത്. ഇത് പക്ഷേ മനുഷ്യ ശരീരത്തിന് പരിചയമുള്ള ഒരു കാര്യമല്ല. എന്നാൽ മസ്തിഷ്കം കൊണ്ട് നമ്മൾ ഈ ട്രൈബൽ ആയിരിക്കുന്നിടത്തോളം കാലം നമ്മൾ നമ്മുടെ ട്രൈബുകളെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഗോത്രം ഇതിൽ ഏതാണ്, നമ്മുടെ ആളാണോ എന്ന് നമ്മൾ എപ്പോഴും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ നന്നായിട്ട് കാണാം, തമ്മിലുള്ള ചർച്ചയൊക്കെ വരുമ്പം അവർ നമ്മുടെ ആളാണോ. ഇനി വേറെയും കൗതുകമായിട്ടുള്ള കാര്യം, ഇതൊന്നും ഫിക്സ്ഡ് അല്ല, ട്രൈബൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ സ്ഥിരം ഞാൻ പറയാറുള്ള ഉദാഹരണമാണ്, ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വരുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരായിരിക്കും. തൊട്ടടുത്ത ദിവസം നമ്മൾ ചർച്ച ചെയ്യാൻ എടുക്കുന്ന വിഷയം മുല്ലപ്പെരിയാറായിരിക്കും. അപ്പോൾ നമ്മൾ തനി മലയാളിയായിട്ട് മാറി, തമിഴിനെതിരെ ആക്കണം. തലേന്ന് നമ്മൾ രണ്ടും കൂടെ ഒരു ട്രൈബിലായിരുന്നു, നമ്മളത് മാറി. പിന്നെ ഇങ്ങനെ ഇറങ്ങി ഇപ്പോൾ ഞാനൊരു കോളേജ് അധ്യാപകനാണ്. കോളേജിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും നോക്കുമ്പോഴത്തേക്കും ഒരു ഡിപ്പാർട്ട്മെന്റും വേറൊരു ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള പ്രശ്നമാണ്. എക്കണോമിക്സും കോമേഴ്സും തമ്മിലടി. തലേ ദിവസം ഇവന്മാർ രണ്ടും കൂടെ ചേർന്ന് മറ്റേ കോളേജുമായിട്ട് അടിക്കുമായിരുന്നു. അപ്പോൾ ഇവർ ഈ കോളേജിന്റെ ഗോത്രമായിരുന്നു. ശ്രദ്ധിക്കേണ്ടത്, ഗോത്രങ്ങളുടെ നിർവചനം മാറിക്കൊണ്ടിരുന്നാലും റെഫറൻസ് മാറിയാലും ഗോത്രം തന്നെയായിട്ട് അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് ആ പഴയ ട്രൈബൽ ഇൻസ്റ്റിങ്ക്റ്റിന്റെ ബാക്കി പത്രമാണ്. പണ്ട് നമ്മുടെ ഗ്രൂപ്പിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യണം, എന്നാലേ ആ ഗ്രൂപ്പിന് അങ്ങനെ നിൽക്കാൻ പറ്റും. വേറൊരു ഗ്രൂപ്പിനെ എങ്ങനെങ്കിലും തകർത്ത് അവരുടെ റിസോഴ്സസ്, വിഭവങ്ങൾ സ്വന്തമാക്കിയാൽ നമ്മുടെ ഗ്രൂപ്പിന് ഗുണം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മൾ, അവർ, അല്ലെങ്കിൽ നമ്മൾ, നിങ്ങൾ എന്നിങ്ങനെ വേർതിരിവ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും കാരണം. എൻ്റെ അടുത്ത് കൊണ്ടൊരു യുക്തിവാദി ചോദിച്ചിട്ടുണ്ട്, ഭാര്യ നമ്മുടെ ആളാണോ? അപ്പം എനിക്ക് മനസ്സിലായി അത് നമ്മുടെ ആൾ. പുള്ളി അടുത്ത വിശദീകരിച്ചു, യുക്തിവാദിയാണോ അതോ വിശ്വാസിയാണോ എന്ന് അന്വേഷിച്ചു. ആ ചോദ്യത്തിന്റെ പ്രസക്തി എന്താണ്? നമുക്കൊരു കംഫർട്ട് കിട്ടും, നമ്മുടെ ഗോത്രത്തിലുള്ള ആളാണോ എന്നറിയും. ഓക്കെ, ഇത് നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ മതവിശ്വാസത്തെ വിമർശിക്കാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യം, ഇത് മനുഷ്യരെ സംബന്ധിച്ച വിഷയമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എവിടെ നിന്നാലും നമ്മുടെ ഉള്ളിൽ ഈ ജനിതകമായിട്ടുള്ള ചോദനകൾ ഇങ്ങനെ കിടപ്പുണ്ട്. നമ്മൾ മനഃപൂർവ്വം ബോധവാന്മാരായി ഇരുന്ന് പെരുമാറില്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പൊങ്ങിക്കറി വരും. അതെപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കണം. ഇനി നമ്മുടെ പെരുമാറ്റ സാമൂഹിക ജീവിതത്തിലെ പ്രധാന വ്യത്യാസം,
നമ്മളെല്ലാവരും സാമൂഹിക ജീവികളായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ പൗരന്മാരായിട്ട് മാറുന്നതിൻ്റെ തുടക്കം ഉണ്ടാകും നമ്മൾ സ്കൂളിൽ പോകുമ്പോഴാണ്. ഈ സ്കൂളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സ്കൂളിങ് അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ജീവിവർഗങ്ങളിലും കുട്ടികളെ അഡൽട്സ് പഠിപ്പിക്കും പല കാര്യങ്ങൾ. എന്താണ് പഠിപ്പിക്കുന്നത്? അതിജീവനത്തിനുള്ള പല പല സ്കില്ലുകൾ. ഇപ്പോൾ ഒരു കുരങ്ങൻ്റെ കുഞ്ഞിനെ ഒരു പ്രത്യേക നട്ട് എങ്ങനെ ചവിട്ടി പൊട്ടിക്കാം, അതിൻ്റെ തോട് എങ്ങനെ പൊട്ടിച്ച് അകത്തിരിക്കുന്ന ഭക്ഷണം എടുക്കാം എന്നൊരു കുരങ്ങൻ്റെ അമ്മയോ അച്ഛനോ ഒക്കെ ചിലപ്പോൾ പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ ഈ പഠിപ്പിക്കേണ്ട പ്രത്യേകത, ഇത് പഠിക്കുന്നതിനുള്ള ഗുണം ആ കുരങ്ങൻ കുഞ്ഞിന് അപ്പോഴേ മനസ്സിലാവും. ഞാൻ ഈ നട്ട് പൊട്ടിക്കാൻ പഠിച്ചാൽ അകത്തുനിന്ന് ഫുഡ് കിട്ടും, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ റിസൾട്ട് ഉണ്ടാകും. നമ്മുടെ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഈ ആ എന്ന് പറഞ്ഞ അക്ഷരം പഠിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എപ്പോഴാണ് ഈ കുട്ടിക്ക് മനസ്സിലാകുന്നത്? ആ കുട്ടിക്ക് അത് പീഡനം അല്ലാതെ വേറൊന്നുമല്ല. കാരണം ഒരു രീതിയിലും ഇത് എഴുതി കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടുമോ, ഇത് എഴുതി കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണം എവിടെയെങ്കിലും ഉണ്ടാകുന്നതായിട്ട് തോന്നും? ഇല്ല. പക്ഷെ നമുക്കറിയാം എഴുത്തുമാരുടെ പ്രാധാന്യം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ജീവിതത്തെ എങ്ങനെയാണ് അത് മാറ്റിമറിക്കുന്നതൊക്കെ സാമൂഹിക ജീവി എന്ന നിലയിൽ നമുക്കറിയാം. പക്ഷെ ഈ കുട്ടികളെ എഴുത്തിന്റെ പ്രാധാന്യം കൺവിൻസ് ചെയ്തിട്ടല്ല നമ്മൾ എഴുതിക്കുന്നത്, ഭീഷണിപ്പെടുത്തിയിട്ടാണ്. എഴുതിയാൽ നാളെ ഗുണമുണ്ടാകും. ഇത് ആ കുട്ടി അതിൽ വീഴുന്നത് നാളത്തെ പ്രയോജനം എന്ന് പറഞ്ഞിങ്ങനെ വീഴുന്നതാണ്. ചെറിയ കുട്ടികളെ നമുക്ക് അങ്ങനെ നാളത്തെ പ്രയോജനം കാണിക്കാൻ പറ്റില്ല. മുതിർന്ന ആളുകളെ മാത്രമേ സ്വർഗം കിട്ടൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോന്നും ചെയ്യിക്കാൻ പറ്റും. കുട്ടിക്ക് അടുത്ത് അതും വർക്ക് ചെയ്യില്ല. ബട്ട് സ്റ്റിൽ ഇനി സ്കൂളിങ്ങിൽ നമ്മൾ ഈ പഠിപ്പിക്കുന്ന കാര്യം, പഠിപ്പിക്കുന്ന രീതി നമുക്കൊരിക്കലും കുട്ടികളെ അടച്ചിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല. ലോകത്തെ എല്ലാ ബേബീസിനും, എല്ലാ ജീവികളുടെയും ശിശുക്കൾക്കുള്ള മറ്റൊരു പൊതുവായ പ്രത്യേകത, ഇവരെല്ലാം പ്ലേഫുൾ ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? പൂച്ചക്കുട്ടി ഒരു ചെറിയ ഗോലി കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ തട്ടിയിട്ട് കളിച്ചോണ്ടിരിക്കും. വലിയ പൂച്ചയ്ക്ക് ഗോലി കൊടുത്തു കഴിഞ്ഞാൽ ഈ ത്രില്ല് വർക്ക് ചെയ്യത്തില്ല. ഈ പ്ലേ എന്താണ്? പ്ലേ ഈസ് ബേസിക്കലി സ്കില്ല് പ്രൂൺ ചെയ്യുന്നതാണ്. നമ്മുടെ മോട്ടോർ സ്കിൽസ്, കാര്യങ്ങൾ എങ്ങനെയാണ്, നേച്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പഠിക്കാനുള്ള മാർഗ്ഗമാണ് പ്ലേഫുൾനെസ് എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികളുടെ പ്രത്യേകത, നമ്മൾ ഈ മോഡേൺ ടൈംസിൽ നമ്മൾ കുട്ടികൾ കളിക്കുന്നു എന്ന് പറയുന്നത് മോശം കാര്യമായിട്ടാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അത് എവിടെ നിന്ന് വന്നതായാലും നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പല വലിയ ഈ വിത്തിന് ഇൻവെർട്ടർ മുന്തിയ സ്കൂളുകളിലും പ്ലേ ഗ്രൗണ്ടേ ഇല്ല. അത് കളിക്കുന്നതൊക്കെ എന്തോ വേസ്റ്റേജ് ഓഫ് ടൈം ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, കുഞ്ഞിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഈ പഴയ സ്റ്റോൺ ഏജ് ജെനറ്റിക്സ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളെ, ഞാൻ പറയുന്നത് ഈ സിസ്റ്റം മുഴുവൻ പൊളിച്ചു കളഞ്ഞിട്ട് കുട്ടികളെ ആ കാട്ടിലേക്ക് കളിക്കാൻ വിടണം എന്നല്ല. എപ്പോഴും നമ്മൾ അങ്ങനെയാണ്. നമ്മൾ ഇപ്പോൾ പർദ്ദയ്ക്കെതിരെ സംസാരിച്ചാൽ പിന്നെ ബിക്കിനി ഇടണം തിരിച്ചു ചോദിക്കും. ഇവർക്ക് ഇതിനിടയിലൊരു സാധ്യത അവർ കാണുന്നതേ ഇല്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മളുടെ സ്വാഭാവിക പ്രവണതകളോട് എത്രത്തോളം മാച്ചിങ് ആണ്. ഇപ്പോൾ ജനാധിപത്യ ബോധം എന്ന് പറയുന്നത് സ്വാഭാവികമല്ല, അത് ജനിതകമല്ല. കാരണം നമ്മൾ അടിച്ചും നേതാവിനെയും ഹീറോസിനെയൊക്കെ ഉണ്ടാക്കിയൊക്കെയാണ് നമ്മുടെ സമൂഹം പണ്ട് അതിജീവിച്ചത്. നമ്മൾ ജനാധിപത്യം പിന്നെ ഫോഴ്സ്ഫുള്ളി ഉണ്ടാക്കിയെടുത്താണ്. സമത്വമൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ ഡിഫറൻസ് കണ്ടുകൊണ്ടിരിക്കും. സമത്വം നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കും. പറഞ്ഞു വരുന്നത്, ഇവിടെ ഒരു മിസ്മാച്ച് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഈ മെഷീൻ ഇവോൾവ് ചെയ്തേക്കുന്നത് ഏത് കാലഘട്ടത്തിന് വേണ്ടിയിട്ടാണോ ആ ഒരു കാലഘട്ടത്തിൽ നിന്നും ഒരുപാട് മാറി ഒരു കാലഘട്ടത്തിൽ ഈ ഔട്ട്ഡേറ്റഡ് മെഷീൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ മിസ്മാച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരും. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ടൂൾസ്, മനുഷ്യ പരിണാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടായിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ് ടൂൾ മേക്കിംഗ്, ഉപകരണ നിർമ്മാണം. ടൂൾ യൂസ് അല്ല. ടൂൾ യൂസ് എന്ന് പറയുന്നത് മനുഷ്യർ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ മറ്റ് മൃഗങ്ങളും ഉപകരണങ്ങൾ ഉപയോഗിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന പോലത്തെ ഉപകരണങ്ങളല്ല. പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന സംഗതികളെ അവർ ഉപകരണങ്ങളായിട്ട്, ഇപ്പോൾ കാക്ക കൂട് കൂട്ടാൻ ഉപയോഗിക്കുന്നത് ടൂൾസാണ്. അതിന് കിട്ടുന്ന ഐറ്റംസ് എല്ലാം കൂട്ടിൽ. മനുഷ്യൻ വന്നതിന് ശേഷം മനുഷ്യൻ ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ കാക്കയുടെ കൂട്ടിൽ വരും. കാക്കയുടെ കൂട് അപ്ഡേറ്റ് ആയി. എന്തുകൊണ്ടെന്നാൽ കാക്ക ഉപയോഗിക്കുന്ന അവൈലബിൾ മെറ്റീരിയൽസ് മാറി. ഇനി അതുപോലെ ചിമ്പാൻസികൾ നിരീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ടെർമൈറ്റ് ഫിഷിംഗ് എന്ന് വിളിക്കും. ഈ മരച്ചില്ല ഒടിച്ചിട്ട് ഇലയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഈ ചിമ്പാൻസി ഈ ചുള്ളിക്കമ്പ് കൊണ്ടുവന്ന് ഈ നമ്മുടെ ചിതലുകളുടെ കൂട്ടിലേക്ക് ഇങ്ങനെ ഇറക്കി വരും. സ്വാഭാവികമായിട്ടും ചിതലുകളെല്ലാം കൂടെ ഈ കമ്പിൽ കയറി പിടിക്കുമ്പോൾ ആശാൻ ഈ കമ്പിഞ്ഞ് വലിച്ചെടുത്തിട്ട് ആ ചിതലുകളെ മൊത്തത്തിൽ അങ്ങ് സാപ്പിടും. ഓക്കെ, അത് ചിമ്പാൻസി ടൂൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു തെളിവാണ്. മനുഷ്യർ അങ്ങനെ കിട്ടുന്ന ടൂളല്ല ഉപയോഗിക്കും. നമ്മൾ ടൂൾ ഉണ്ടാക്കും. നമ്മളൊരു പ്രത്യേകിച്ച് ഷെയ്പ്പൊന്നും ഇല്ലാത്തൊരു പാറക്കല്ല് കിട്ടിയാൽ നമ്മളതിനെ ഷെയ്പ്പ് ചെയ്ത് ഉളിയുടെ രൂപത്തിലാക്കി അതിൻ്റെ മൂർച്ച കൊണ്ട് സാധിക്കാവുന്ന, അതൊരു ജീവിയെ കൊല്ലാനാകാം, ഭയങ്കര ഉറച്ചിരിക്കുന്ന ഒരു മാംസഭാഗം കീറിയെടുക്കുന്നതിനാകാം, അങ്ങനെ അല്ലെങ്കിൽ ഒരു പഴം
ത്തിന്റെ ഒരു വിത്ത് പൊട്ടിച്ചെടുക്കുന്നതിനാകാം, പല കാര്യങ്ങൾക്കും നമ്മൾ ടൂൾ ഉണ്ടാക്കി ഉപയോഗിക്കും. അത് എത്രത്തോളം പുരോഗമിച്ചു വെച്ചാൽ നമ്മൾ ടൂൾസ് ഉപയോഗിച്ച് മറ്റു ടൂൾസ് ഉണ്ടാക്കി ആ ടൂൾസ് ഉപയോഗിക്കും. ഉദാഹരണത്തിന് നമ്മൾ സഞ്ചാരത്തിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് കാർ. ഈ കാർ ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ കാറിന് ഉണ്ടാക്കുന്നത് മറ്റു ടൂൾസാണ്, ഈ ടൂൾസിന് മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. അങ്ങനെ മനുഷ്യൻ ടൂൾസ് ഉണ്ടാക്കി ടൂൾ മേക്കിംഗ് ടൂൾസ് ഉണ്ടാക്കും. ഇത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട. പക്ഷെ ഈ ടൂളുകളെല്ലാം നമ്മൾ ഉണ്ടാക്കിയത് എന്തിനായിരുന്നു? ആദ്യത്തെ ടൂൾ എന്തിനായിരുന്നു? സ്റ്റോൺ ഏജ് എന്ന് വിളിക്കുന്നത് സ്റ്റോൺ ടൂൾ നമ്മൾ ഉപയോഗിച്ചത് നമ്മുടെ ശാരീരിക ശേഷിയെ ബലപ്പെടുത്താൻ, അല്ലെങ്കിൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാനാണ്. കൈ കൊണ്ട് പറ്റാത്തതിനെ ഉളി കൊണ്ട് പറ്റിക്കാനാണ്. ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഉദാഹരണത്തിന് ഇന്ന് മോഡേൺ ലൈഫിൽ മനുഷ്യർ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ട്രെഡ്മിൽ. ഈ ട്രെഡ്മിൽ എന്ന് പറയുന്ന ടൂൾ എന്തിനുള്ളത്? നമ്മുടെ ആയാസം ലഘൂകരിക്കാനുള്ളതല്ല, നമുക്ക് ആയാസം പ്രകടിപ്പിക്കാനുള്ളതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളും പൊളിയുന്നൊരു സ്ഥലമാണ് ജിമ്മ്, അല്ലേ? നമ്മൾ അധ്വാനത്തിന് കൂലി കിട്ടുന്നതിനെ കുറിച്ചാണല്ലോ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത്. അധ്വാനിക്കാൻ വേണ്ടി കൂലി കൊടുക്കുന്നതിനെ കുറിച്ച് എവിടെയെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും എക്കോണമിയിൽ? ജിമ്മിൽ അതാണ് നടക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് നമ്മൾ പോയി അധ്വാനിക്കും. നമ്മൾ നടക്കാൻ പോവുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഈ നടക്കുക എന്ന് പറയുന്നത് എവിടെയെങ്കിലും പോകാനുള്ള ഒരു മാർഗമായിരുന്നു, അല്ലേ? നമ്മൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കണമായിരുന്നു പണ്ട്. ഇപ്പോൾ നമ്മൾ നടക്കാൻ വേണ്ടി എവിടേക്കെങ്കിലും പോവുകയാണ്. നേരത്തെ പറഞ്ഞ ട്രെഡ്മിൽ എന്ന് പറഞ്ഞ ഉപകരണമാണെങ്കിൽ നടക്കുന്നു, എങ്ങും എത്തുന്നില്ല, അവിടെ തന്നെ നിൽക്കുന്നു. എത്രമാത്രം നമ്മുടെ വാക്കുകൾ പോലും അവിടെ പരാജയപ്പെട്ടു പോകുന്നു. അപ്പോൾ ഈ ടൂൾസ് നമ്മുടെ ലൈഫിനെ കൂടുതൽ ഈസി ആക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തെ തിരിച്ചാ പ്രവർത്തിപ്പിക്കും. നമ്മുടെ ശരീരത്തെ റീപ്ലേസ് ചെയ്തു പല ടൂൾസും. എന്ത് ചെയ്തു? നമുക്ക് മിക്സർ ഗ്രൈൻഡർ വന്നപ്പോൾ നമുക്ക് കൈ ഇങ്ങനെ വെച്ച് അധ്വാനിക്കണ്ട. കാറോ സ്കൂട്ടറോ ഒക്കെ കോമൺ ആയപ്പോൾ നമുക്ക് നടക്കണ്ട, ഓടണ്ട. അപ്പോൾ ഈ ശരീരം ഡിസൈൻ ചെയ്തേക്കുന്നത് അകത്തേക്ക് എടുക്കുന്ന ഊർജ്ജം സ്റ്റോർ ചെയ്യുകയും ഊർജ്ജം ചെലവാക്കുന്നുള്ള പ്രധാനപ്പെട്ട മാർഗം മസിലുകളുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. മസിലുകളുടെ പ്രവർത്തനം ഇപ്പം ഇല്ല. മസിൽ നമ്മൾ വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഊർജ്ജം മുഴുവൻ നമ്മൾ ഫാറ്റായിട്ട് മാറ്റി സ്റ്റോർ ചെയ്യുകയാണ്. അങ്ങനെയാണ് പൊണ്ണത്തടി ഭയങ്കരമായിട്ട് കൂടിയിട്ടുള്ളത്. ഇതൊരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ്, ഇത് സാമൂഹ്യ പ്രശ്നമാണ്. ഒരു 50 വർഷം മുമ്പത്തെ സിനിമ നമ്മൾ നോക്കിയാൽ മതി. ഇന്ന് കാണുന്ന ശരാശരി മനുഷ്യന്റെ ശരീര വലിപ്പം അല്ല അന്നത്തെ സിനിമയിലെ കഥാപാത്രങ്ങൾക്കുള്ളത്. എവിഡന്റ്ലി മാറി. അപ്പൊ ഇത് പിന്നീട് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അത് ശരീരം ഇപ്പോഴും ആ പഴയ സ്കെയിലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു അനന്തരഫലം മാത്രമാണ്. ഇനി ഇതിൻ്റെ നേരത്തെ പറഞ്ഞ സാമൂഹിക ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ തൃപ്തി എന്നൊക്കെ പറഞ്ഞല്ലോ, അതിനെ ഏത് രീതിയിൽ ഇന്നത്തെ കാലഘട്ടം ബാധിച്ചിരിക്കുന്നു? ഈ നമ്മളിപ്പോൾ പറഞ്ഞ ടൂളിൻ്റെ ലേറ്റസ്റ്റ് വെർഷനാണ് നമ്മൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു ടൂൾ മാത്രമാണ്. ഇപ്പം നമ്മളൊരു വാഹനം കണ്ടെത്തുന്നത് പോലെയോ നമ്മുടെ ആയാസം ലഘൂകരിക്കുന്നതിനുള്ളൊരു മെഷീൻ കണ്ടെത്തുന്നത് പോലെയോ ഒരു ടൂളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളൊരു ടൂളായിട്ടല്ല പലപ്പോഴും ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത്? നമ്മൾ വേറൊരു ട്രൈബായിട്ടാണ് ഇവരെ കാണുന്നത്. കാരണം എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്ന് നമ്മുടെ ജോലി പോകുമോ? അതായത് നമ്മുടെ ജോലി എടുക്കാൻ വരുന്ന ഒരു ഔട്ട് ഗ്രൂപ്പ് മെമ്പർ, നമ്മുടെ വല്ലാത്തൊരു ശത്രു ഗോത്രത്തിൽപ്പെടുന്ന ഒരു ഗോത്രം വന്ന് നമ്മുടെ സാമൂഹിക ക്രമത്തെയോ നമ്മുടെ തൃപ്തിയെയോ ഒക്കെ കവർന്നെടുക്കുന്നുവോ എന്ന ചർച്ചയിലേക്കാണ് പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളെപ്പോലെ മറ്റൊരു ജീവിയായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും. പൊതുവെ ഏജന്റ് സീക്കിങ് എന്ന് പറയാം. നമ്മളെപ്പോഴും നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്നതിനെ നമ്മളൊരു വസ്തുവായിട്ട് ട്രീറ്റ് ചെയ്യാനാണ്. അത് ചിലപ്പോൾ നമ്മളുടെ വെറും കല്ലായിരിക്കും. പക്ഷെ നമ്മളറിയാമല്ലോ, ചെറിയ കുട്ടികളൊക്കെ ഏതെങ്കിലും ഓടി എവിടെയെങ്കിലും ചെന്ന് വല്ല മേശയിലോ ഒക്കെ ഇടിച്ചിട്ട് പരിക്ക് പറ്റി അവർ കരയുമ്പോൾ നമ്മൾ അവരെ ആശ്വസിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഈ മേശയ്ക്ക് ഒരു അടി കൊടുക്കുക. എന്നിട്ട് പറയും, എൻ്റെ കുട്ടിയെ നീ ഉപദ്രവിച്ചോ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് പെട്ടെന്നൊരു ആശ്വാസം കിട്ടും. കാരണം ആ മേശയിൽ ഈ കുട്ടിയെ ഉപദ്രവിച്ച ഏതോ ഒരു ഏജന്റ് അവിടെ ഇരിപ്പോൾ. ആ ഏജന്റിനെ നമ്മൾ ശിക്ഷിക്കുമ്പോൾ ആ കുട്ടിക്ക് നീതി കിട്ടി ഒരു ധ്വനി നമ്മളവിടെ ഉണ്ടാക്കിയെടുക്കും. നമുക്കിങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. നമുക്ക് ഇതിനകത്ത് വെറുതെ ഇരിക്കുന്നതിനകത്തൊക്കെ ഇങ്ങനെ പലതും നമ്മൾ കണ്ടെത്തും. അപ്പം അങ്ങനെയാണ് നമ്മളിന്ന് AI കുറിച്ച് ഈ രീതിയിൽ പലപ്പോഴും പേടിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നത്. AI ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനത്തെ പ്രശ്നങ്ങളല്ല, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് മറ്റൊരു തലത്തിൽ സംസാരിക്കേണ്ട വിഷയമാണ്. ഇനി നമ്മുടെ ജീവിതത്തെ ഇപ്പം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് മിക്കപ്പോഴും
ഏതൊക്കെയോ കമ്പനികൾ തീരുമാനിക്കുന്ന അൽഗോരിതങ്ങളാണ്. നമ്മൾക്ക് സ്വന്തം ഗോത്രത്തിലുള്ളവരെ കണ്ടെത്താനും മറ്റു ഗോത്രങ്ങളിലുള്ളവരെ കണ്ടെത്തി അവർക്കെതിരെ സംസാരിക്കാനുമുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രവണത ഉണ്ട് എന്നുള്ളത് നമ്മളെക്കാൾ നന്നായിട്ട് അറിയാവുന്നത് ഇത്തരം മൾട്ടിനാഷണൽ ടെക് കമ്പനികൾക്കാണ്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു യുക്തിവാദിയാണെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും ലോകം മുഴുവൻ യുക്തിവാദികളാണ്. കാരണം എല്ലാം യുക്തിവാദ സംബന്ധമായിട്ടുള്ള പോസ്റ്റുകളും അത്തരം കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെ ആയിരിക്കും ഒരു കടുത്ത അന്ധവിശ്വാസിയും വിചാരിക്കുന്നു ലോകം മുഴുവൻ എന്നെ പോലെ. പക്ഷെ അവർ ഒരു വ്യത്യാസമേ ഉള്ളൂ, അവർ സ്വയം അന്ധവിശ്വാസിയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. കാരണം എത്ര കടുത്ത അന്ധവിശ്വാസിയാണെങ്കിലും ഞാനൊരു അന്ധവിശ്വാസിയാണെന്ന് ഇങ്ങനെ നെഞ്ചി കൈവച്ച് ആരും പറയില്ല. വേണമെങ്കിൽ അന്ധവിശ്വാസത്തിനെതിരെ ഒരു പ്രകടനമൊക്കെ നടത്തി അവരും വരും. ഇത് ഏതാണ് ശരിക്കുള്ള അന്ധവിശ്വാസം എന്നുള്ള ചോദ്യത്തിലെ ഉടക്ക് തുടങ്ങും. അതുവരെ നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളായിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്നത് സോഷ്യൽ മീഡിയ എക്കോ ചേംബർ എന്നാണ്. നമ്മളുടെ താല്പര്യങ്ങളെ ശരിവെക്കുന്ന, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളോട് യോജിച്ചു പോകുന്ന കണ്ടന്റിനെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഇന്നത്തെ മോഡേൺ അൽഗോരിതങ്ങൾക്ക് അറിയാം. അപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന ഈ വീഡിയോ പ്ലാറ്റ്ഫോം, അതിൻ്റെ കണക്കനുസരിച്ചിട്ട് 1 മിനിറ്റിൽ യൂട്യൂബിലേക്ക് ചേർക്കപ്പെടുന്ന വീഡിയോകൾ കണ്ടു തീർക്കാൻ നിങ്ങൾക്ക് 400 മണിക്കൂർ വേണം. അത്രയധികം അളവിലുള്ള വീഡിയോ കണ്ടന്റാണ് യൂട്യൂബിലേക്ക് കയറുന്നത്. പക്ഷേ നമ്മളൊരാൾ യൂട്യൂബ് എടുത്ത് ഇങ്ങനെ വെറുതെ ഫ്രണ്ടിൽ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്നത് നമ്മൾ കാണാൻ സാധ്യതയുള്ള വീഡിയോസാണ്. അപ്പോൾ നമ്മളൊരാളുടെ ഇഷ്ടം മനസ്സിലാക്കി നമ്മൾ വേണമെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും എന്ന തരത്തിലുള്ള വീഡിയോ കണ്ടെത്തി നമ്മുടെ മുമ്പിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് സാധ്യമല്ല. പക്ഷെ മനുഷ്യരുണ്ടാക്കിയ അൽഗോരിതങ്ങൾ, ആ ടൂളുകൾക്ക് അത് പറ്റും. ഇത് മറ്റൊരു തരത്തിലുള്ള ഫലം ഉണ്ടാക്കുന്നു. നമ്മളിവിടെ നിന്ന് വിനോദയാത്രയ്ക്ക് വലിയൊരു വിമാനയാത്രയൊക്കെ നടത്തി മണിക്കൂറുകൾ വിമാനത്തിലിരുന്ന് വേറൊരു രാജ്യത്ത് നിന്ന് ഒരു നഗരത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ കാഴ്ച കാണാൻ ഇറങ്ങും. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണുന്ന അതേ ബ്രാൻഡുകൾ അവിടെ അതുപോലെ ഇരിക്കും. ഒരു മോളിൽ കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ അകത്ത് നിന്ന എല്ലാ മോളും ഒരുപോലെ ആയിരിക്കും, ഒന്നും കാണാൻ പറ്റില്ല. മറ്റ് പല വെളിയിൽ നമ്മൾ മോള് തിരിച്ചറിയുന്ന ഫ്രണ്ടിലുള്ള ബ്ലോക്കിന്റെ അളവ് വെച്ചിട്ടാണ്. ചിലപ്പോൾ അത് മോളുടെ കെട്ടിടം നമുക്ക് കാണാൻ പറ്റില്ല. അകത്തെല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത്, എല്ലാ ബ്രാൻഡിലും ഒരുപോലെ. നിങ്ങൾ കേൾക്കുന്ന പാട്ടുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ ഈയിടെയായിട്ട് കേൾക്കുന്ന പാട്ടുകളെല്ലാം ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നതായിട്ടൊരു തോന്നൽ ഇല്ലേ? നല്ല പാട്ടാണോ അല്ലേ എന്നുള്ള ചോദ്യമല്ല, ഈ പാട്ടുകൾ തമ്മിലുള്ള സാമ്യം കൂടിയിട്ടുണ്ട്. ഒരു വല്ലാതെ അങ്ങ് വേറിട്ട് നിൽക്കുന്ന ഒരു പാട്ട് കേട്ട് എത്ര നാളായി? ഇതൊരു തോന്നലല്ല. കാരണം അൽഗോരിതങ്ങളാണ് പാട്ട് തീരുമാനിക്കുന്നത്. എല്ലാവർക്കും വലിയ തഴക്കേടൊന്നും ഇല്ലാതെ ആസ്വദിക്കാൻ പറ്റുന്ന ടൈപ്പ് പാട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എളുപ്പം. അതിനെയാണ് അൽഗോരിതം എല്ലാവരുടെയും ഡിവൈസിലേക്ക് കൊണ്ടു കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾ പക്ക വെറൈറ്റി ആയിട്ടൊരു സംഗതി ഇതുപോലെ ക്രിയേറ്റ് ചെയ്താൽ അത് ചിലപ്പോൾ അൽഗോരിതം എവിടെയെങ്കിലും എടുത്ത് മൂലയിൽ വെക്കും, ആളുകളുടെ ഫീഡിലേക്ക് ചെല്ലൂല. അപ്പം അതുകൊണ്ട് മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് നിർബന്ധിതരാകുന്നു ഒരു സേഫ് സോണിൽ നിന്ന് ഏതാണ്ട് ഒരു തട്ടിക്കൂട്ട് മ്യൂസിക് ഉണ്ടാക്കി. ഇത് മ്യൂസിക് പ്രൊഡ്യൂസേഴ്സിന് കഴിവില്ലാത്തതുകൊണ്ടല്ല, അൽഗോരിതങ്ങൾ ഇതിനെ എങ്ങനെയാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഇതിനൊരു പേരുണ്ട്, ഇതിനെ വിളിക്കുന്ന അൽഗോരിതമിക് മോണോകൾച്ചർ എന്നാണ്. അൽഗോരിതങ്ങൾ ഒരേ തരം സാംസ്കാരിക പരിസരത്തേക്ക് നമ്മളെങ്ങനെ ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരുപോലത്തെ കെട്ടങ്ങൾ. ഒരു കഫേ, നമ്മൾ വെറുതെ ചായ കുടിച്ച് സംസാരിക്കാൻ പോകുന്ന ഒരു കഫേ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണടച്ച് കഫേക്കകത്ത് കയറി ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഏത് കഫേയാണെന്ന് മനസ്സിലാവില്ല. എല്ലാം ഒരുപോലെ ആയിരിക്കും, ലൈറ്റിങ്ങും ടേബിളും എല്ലാം. നമ്മൾ സ്ഥിരം വരുന്നതാണെങ്കിൽ മാത്രം ഇതിൻ്റെ സ്ഥലമാണെന്ന് തിരിച്ചറിയാൻ പറ്റും, ഇല്ലെങ്കിൽ ശരാശരി രൂപം ചെയ്യുവാണ്. വെസ്റ്റേൺ മ്യൂസിക്കിൽ ഒരു പഠനം തന്നെ ഉണ്ട്. വെസ്റ്റേൺ മ്യൂസിക്കിൽ ഈയിടെയായിട്ട് ഇറങ്ങപ്പെടുന്ന പാട്ടുകളിൽ ഇൻട്രോയുടെ നീളം കുറഞ്ഞു കുറഞ്ഞു വരും. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമുക്ക് പരിചയമുണ്ടല്ലോ, പാട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം ഒരു ഇൻട്രോ ഉണ്ടാകും, കുറച്ച് ഓർക്കസ്ട്രേഷനൊക്കെ വെച്ച്. അതിൻ്റെ നീളം ഇങ്ങനെ കുറയുന്നുണ്ട്. ആളുകളുടെ അറ്റൻഷൻ സ്പാൻ ചുരുങ്ങി വരുന്നതുകൊണ്ട് ഇൻട്രോ കേൾക്കാൻ സമയമില്ല, പെട്ടെന്ന് പാട്ട് പോരട്ടെ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി പഠന വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ അറ്റൻഷൻ സ്പാനിനെ വരെ ചുരുങ്ങുന്ന രീതിയിലേക്ക് നമുക്ക് എന്തിനാണ് അറ്റൻഷൻ? മനുഷ്യൻ്റെ ഏറ്റവും പ്രധാന സവിശേഷതകളിലൊന്നാണ് അറ്റൻഷൻ എന്നതാണ്. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു വലിയ അത്ഭുതകരമായിട്ടുള്ള ശേഷിയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഇരിക്കുമ്പോൾ ചുറ്റുപാടുകൾ എന്തൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് ആലോചിച്ചു. മനഃപൂർവ്വം ശ്രദ്ധിച്ചാലേ കേൾക്കൂ പല ശബ്ദവും. ഈ ശബ്ദങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഉദാഹരണത്തിന് ഇവിടെ ഈ കൂളറിൻ്റെ ഫാനിൻ്റെ ശബ്ദമുണ്ട്, ഞാൻ സംസാരിക്കുന്ന ശബ്ദമുണ്ട്, തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർ കാലനക്കുന്നുണ്ടാവും, ചിലപ്പം ബുക്കോ ബാഗോ ഒക്കെ തുറക്കുന്നുണ്ട്. ഈ സൗണ്ട് എല്ലാം നമുക്ക് ചുറ്റും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മസ്തിഷ്കം നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് മാത്രം ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്, ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഒരു കഴിവ് നമുക്ക് കുറഞ്ഞു വന്നിട്ടുണ്ട്.
കാരണം നമുക്കിങ്ങനെ ലോങ് ഫോക്കസ് പരിചയമുള്ള എല്ലാവരും. അപ്പോൾ ആ വീക്ക്നെസ്സിനെ ഇന്നത്തെ സാങ്കേതിക വിദ്യക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാനൊരു അധ്യാപകനായിട്ട് ഞാൻ ആവർത്തിച്ച് പറയാം, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ക്ലാസ് ഇപ്പോൾ ഫിസിക്സ് കഴിഞ്ഞിട്ട് കെമിസ്ട്രി ക്ലാസ്, അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ക്ലാസ് ആണ് വെച്ചത്. കുട്ടികളുടെ ആഗ്രഹം ഫിസിക്സിൻ്റെ ക്ലാസ് ഒരു 90 സെക്കൻഡും, അത് കഴിഞ്ഞിട്ട് മാത്സ് ക്ലാസ് ഒരു 90 സെക്കൻഡ്. അതായത് ഒരു റീലിൻ്റെ ദൈർഘ്യമാണ് 90 സെക്കൻഡ്സ്. ഒരു റീലായിട്ട് ക്ലാസ് കിട്ടിയാൽ ഭയങ്കര സൗകര്യമായിരുന്നു. നമുക്ക് ഇത് കുട്ടികളെ മാത്രമല്ല, കുട്ടികൾക്ക് ചെറുപ്പത്തിലേ ഇത് കിട്ടി തുടങ്ങിക്കൊണ്ടാണ്. കുറച്ച് പ്രായമായതിനു ശേഷം സോഷ്യൽ മീഡിയയും ഡിവൈസൊക്കെ ഉപയോഗിച്ച് ശീലിച്ച ആളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ടോക്ക് കേട്ടുകൊണ്ടിരിക്കാനുള്ള ക്ഷമയൊക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നിട്ടുണ്ടായിരിക്കും. ഒരു പുസ്തകം വായിച്ച് തീർക്കാൻ നമുക്ക് വേണ്ട സമയം, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളുടെ എണ്ണം, ഇതെല്ലാം കുറയുന്നുണ്ടാവും. കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല കാര്യം. നമ്മൾ എപ്പോഴും ഈ ടീച്ചേഴ്സൊക്കെ എൻ്റെ അടുത്ത് പരാതി വരുന്ന ചിലപ്പോൾ അവൻ എപ്പോഴും ഫോണിലാണ് ടീച്ചർ ആയത്. എന്നിട്ട് അപ്പോൾ അച്ഛൻ അടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിപ്പുണ്ടാവും. പരാതി പറയുന്ന ആളെ പരാതി പറയുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ പറയുന്നത്, അത് കഴിഞ്ഞിട്ട് അവരില്ലായിരിക്കുന്നത്. വീട്ടിൽ ചെന്നിട്ട് കുട്ടിയുടെ ഫോൺ യൂസിനെ കുറിച്ച് പരാതി പറയുന്ന പാരൻസ് അങ്ങോട്ട് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് തിരിഞ്ഞിരുന്ന് ഫോണിലിരിക്കും. കുട്ടി മാത്രം ഫോൺ ഉപയോഗിക്കില്ലെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പം സോഷ്യൽ മീഡിയ ഉപയോഗം കാരണം അറ്റൻഷൻ സ്പാൻ കുറയുന്നത് കുട്ടികൾക്ക് മാത്രമല്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം അംഗീകരിക്കണം. ഇത് നമുക്ക് തോന്നലാണെന്ന് പറഞ്ഞാൽ തോന്നലല്ല, ഇതൊക്കെ പഠന വിധേയമാക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അറ്റൻഷൻ സ്പാൻ എല്ലാവർക്കും ഒരുപോലെ കുറയുന്നു. അപ്പം ഞാൻ അവസാനിപ്പിക്കാം. പറഞ്ഞു വന്നത്, നമ്മൾ പലതരത്തിലുള്ള കണ്ടെത്തലുകളിലൂടെയും ലോകത്തെക്കുറിച്ചുള്ള ധാരണകളിലുള്ള മാറ്റത്തിലൂടെയും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സാങ്കേതിക വിദ്യകളിലൂടെയും നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ വലിയ തോതിൽ മാറ്റിമറിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ ഭൗതിക സാഹചര്യങ്ങൾ മാറിയ വേഗതയിൽ മറിയാൻ ശരീരത്തിൻ്റെ ജനിതക സവിശേഷതകൾക്ക് സാധിക്കില്ല. ജനിതക മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ടൈം സ്കെയിലാണ്. ജീവപരിണാമം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പരിണാമത്തിന് ഓവർടേക്ക് ചെയ്യാൻ കഴിയുന്നതിലും വളരെ വേഗത്തിൽ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ മാറിയപ്പോൾ ശിലായുഗ മസ്തിഷ്കവും ഡിജിറ്റൽ യുഗവും തമ്മിൽ വലിയൊരു മിസ്മാച്ച് ഉണ്ട്. ഔട്ട്ഡേറ്റഡ് മെഷീൻ ഉപയോഗിക്കുന്നത് പോലെയാണ് നമ്മൾ നമ്മുടെ ശരീരവും കൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്നത്. മറ്റെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനഃപൂർവ്വം ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ സ്വാഭാവിക സാഹചര്യത്തിൽ മാറിയതിൻ്റെ ഫലം മാത്രമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു. ഇത്രയും നേരവും ക്ഷമയോടെ കേട്ടിരിക്കാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അകമഴിഞ്ഞ നന്ദിയും, അല്ലാത്തവർക്ക് കുറച്ച് ചെറിയ സ്കെയിലുള്ള നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട്